എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻ ഡയറിയിലേക്ക് സ്വാഗതം. ഇതിപ്പോ നമ്മ 3 മാസം മുമ്പ് HDP ഗ്രോ ബാഗിൽ നട്ട ഇഞ്ചിയാണ്. അപ്പൊ ഇഞ്ചിയൊക്കെ ഇപ്പൊ വളർന്നിട്ടുണ്ട്. അപ്പൊ നമ്മ ഒരു 3 മാസം എത്തുമ്പോ നമ്മ പരിചരണം കൊടുക്കണം. ആദ്യം നമ്മ അടിവളമൊക്കെ ഇട്ടാണ് നട്ടിരുന്നത്. അപ്പൊ നടണേന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ നമ്മ അടിയിൽ നന്നായിട്ട് വളമൊക്കെ കൊടുത്ത് കരിയിലേക്ക് ഇട്ട് പൊതിയിട്ടൊക്കെ കൊടുത്തിരുന്നാണ്. ഇപ്പൊ ഇത് ഇഞ്ചിയൊക്കെ മുളച്ചിട്ട് തൈ ആയിട്ടുണ്ട് കണ്ട. അപ്പൊ ഇപ്പോഴാണ് ഇഞ്ചിക്ക് നമ്മ പരിചരണം നന്നായിട്ട് കൊടുക്കേണ്ട. കാരണം ഇഞ്ചിക്ക് പ്രധാനമായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ് ഇഞ്ചി. മഞ്ഞൾ പോലെയല്ല ഇഞ്ചിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഴുകൽ രോഗമൊക്കെ വരും. മഴക്കാലത്തൊക്കെ പ്രത്യേകിച്ചും ഇഞ്ചി പെട്ടെന്ന് തന്നെ ഇരിക്കുള്ളൂ. ഇലയൊക്കെ മഞ്ഞച്ചിട്ട് ഇങ്ങനെ അഴുകി പോകും. അപ്പൊ അഴുകലിന് നമ്മ പ്രത്യേകിച്ച് പരിചരണം കൊടുക്കുക തന്നെ വേണം. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട, ഇനിയിപ്പോ ഇതിന് മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം. മണ്ണൊന്നും പോരാ. ഇഞ്ചിയൊക്കെ കണ്ട വളർന്നിട്ട് ഈ മുളകളൊക്കെ കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മ ഇതിന് മണ്ണും വളമൊക്കെ ഇട്ടിട്ട് മണ്ണ് കയറ്റി കൊടുക്കണം. അതേപോലെ നമുക്ക് അഴുകലിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മ ചെയ്യാൻ പോണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സൂഡോമോണസ് ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് നന്നായിട്ട് മണ്ണിലൊക്കെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും കടലപ്പിണ്ണാക്കും ഒക്കെ കൂടെ മിക്സ് ചെയ്ത മിക്സറും ഉണ്ടാകും. നമുക്ക് കുറെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മണ്ണ് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മ ഇത്രയാണ് ഇപ്പൊ നമ്മ ചെയ്യാൻ പോണത്. അപ്പൊ നമുക്ക് ആദ്യം സൂഡോമോണസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം തടത്തിലൊക്കെ. അപ്പൊ നമുക്ക് കണ്ട ഇതേപോലെ സൂഡോമോണസ് നമുക്ക് മേടിക്കാൻ കിട്ടും. വളക്കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പൊ നമുക്ക് ഇത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലാണ് നമുക്ക് മിക്സ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കിത് നമുക്ക് നന്നായിട്ട് കണ്ട ഇത് മിക്സ് ചെയ്തെടുക്കാം. സൂഡോമോണസ് ഒക്കെ നമുക്ക് എല്ലാവർക്കും മേടിക്കാൻ കിട്ടണാണ്. നമുക്ക് ഉപയോഗിക്കാനും എളുപ്പമാണ്. നമുക്കിത് നമുക്ക് ഇതേപോലെ കോരി തടത്തിൽ മണ്ണൊക്കെ നനയണ രൂപത്തിൽ. ഇപ്പൊ മഴക്കാലമൊക്കെ ആണല്ലോ. അപ്പൊ പെട്ടെന്ന് തന്നെ ഫംഗൽ ഡിസീസസ് ഒക്കെ വരും ഇഞ്ചിക്കൊക്കെ പ്രത്യേകിച്ചും. അതെ. അപ്പൊ നമുക്കിത് സ്പ്രേയും ചെയ്ത് കൊടുക്കുക ഇലകളിലൊക്കെ. അപ്പൊ നമ്മ തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കണ്ട. നന്നായിട്ട് മണ്ണ് നനയണ രൂപത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ട ഇത് എല്ലുപൊടിയും കടലപ്പിണ്ണാക്കും വേപ്പും പിണ്ണാക്ക് നല്ലതാണ് കേട്ടാ. അപ്പൊ നമുക്ക് ഇതൊക്കെ കൂടെ മിക്സ് ചെയ്ത് നമ്മ ഉണക്കി വെച്ചേക്കണതാണ്. അത് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കും. ഇതേപോലെ കണ്ട നമ്മ ഉണക്കി പൊടിച്ചു വെച്ചേക്കണതാണ്. ഇതേപോലെ നന്നായിട്ട് ഇട്ട് കൊടുക്കാം. വേപ്പും പിണ്ണാക്കൊക്കെ എപ്പോഴും നല്ലതാണ് കേട്ടോ. കീട നിയന്ത്രണത്തിനൊക്കെ നല്ലതാണ്. അപ്പൊ നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. മണ്ണ് നന്നായിട്ട് ഇട്ട് കൊടുക്കണം. കാരണം കണ്ട ഇതിന് മുളകളൊക്കെ പൊട്ടി ഇതിലൊക്കെ ഇഞ്ചി നന്നായിട്ട് വളർന്ന് വരേണ്ടതാണ്. കണ്ട ഇഞ്ചി ഇപ്പൊ വളർന്ന് വരുന്ന ഒരു ടൈമാണ്. അപ്പൊ നമുക്ക് മണ്ണ് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. കണ്ട ഇതേപോലെ ഒക്കെ മൂടിപ്പോണ രൂപത്തില് നമുക്കിത് തല്ലി വീഴൊന്നും ചെയ്യരുതല്ലോ. അപ്പൊ നന്നായിട്ട് ഇത് ഉറപ്പിച്ചിട്ട് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ വളം ചെയ്യലും നമ്മുടെ നോട്ടം പോലെ ഇരിക്കും ഇഞ്ചി ഉണ്ടാകലൊക്കെ. ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ നല്ല മഴയല്ല, നിങ്ങൾക്കറിയാലോ. മഴയത്ത് ഇപ്പൊ താഴെ നട്ടേക്കണവരുടെ ഇഞ്ചിയൊക്കെ കുറെയൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവും. വെള്ളമൊന്നും കെട്ടിക്കിടക്കാൻ പാടില്ല ഇഞ്ചിക്ക് പ്രത്യേകിച്ച്. നമുക്ക് ഗ്രോ ബാഗിലോ വല്ല പഴയ ബക്കറ്റിലോ ഒക്കെ നമുക്ക് ഇഞ്ചി നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഇഞ്ചിക്ക് ഭയങ്കര സ്മെല്ലാണ്. ഇഞ്ചിയുടെ ഇലകൾക്ക് തന്നെ സ്മെല്ല വരികത്തേക്ക് വരുമ്പോ തന്നെ. നമുക്ക് ഇതേപോലെ കണ്ട മണ്ണിട്ട് നന്നായിട്ട് മണ്ണിട്ട് കൊടുക്കണം. ഈ ബാഗിലൊക്കെന്ന് പറയാൻ കണ്ട നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചി ഇട്ടു. ഒരുപാട് ഇഞ്ചിത്തൈ നമുക്ക് നട്ടുകൊടുക്കാൻ പറ്റിയ ബാഗാണ്. നമുക്ക് ഈ മണ്ണ് കണ്ട ഇതേപോലെ നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇഞ്ചിയൊക്കെ എല്ലാ വശത്തുനിന്ന് ഇഞ്ചി പൊട്ടിയിട്ട് നന്നായിട്ട് ഇഞ്ചി ഉണ്ടായിക്കോളും. എന്നിട്ട് നമുക്കൊന്ന് പൊതിയിട്ട് കൊടുക്കാം. കണ്ട
നമ്മ ചവറൊക്കെ ചാക്കിലാക്കി വെച്ചേക്കണേണ്. അത് ഇരുന്ന് പൊടിഞ്ഞ് കഴിയുമ്പോ നമുക്ക് ഇതേപോലെ വാരിട്ടതിനാല് വളവുമായി. പിന്നെ നമുക്ക് ചവറുകളൊന്നും നമുക്ക് കത്തിച്ച് കളയേണ്ട കാര്യമില്ല. ഇതേപോലെ ഞങ്ങൾ ചാക്കിലാക്കി വെക്കും, നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. വേണ്ട, നമുക്ക് നന്നായിട്ട് പൊതി ഇട്ട് കൊടുക്കാം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വെള്ളമൊന്നും നേരിട്ട് ഇഞ്ചിയുടെ തടത്തിലൊന്നും വീഴില്ല. എല്ലിയമേലൊക്കെ വീഴുമ്പോ ഇഞ്ചിക്ക് ചീച്ചിലൊന്നും പറ്റൂല. ഇതേപോലെ നന്നായിട്ട് പൊതിയിട്ട് കൊടുക്കാം. അപ്പൊ എല്ലാവരും ഇഞ്ചി നട്ടോരൊക്കെ നമുക്ക് ഈ സമയത്ത് എന്തെങ്കിലും വളങ്ങളും മണ്ണൊക്കെ കയറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ഇഞ്ചി നന്നായിട്ട് ഉണ്ടായി കിട്ടൂല. ഇഷ്ടംപോലെ ഇഞ്ചി നമുക്ക് പറിച്ചെടുക്കാം ഇതിന്ന്. നമുക്ക് ഇങ്ങനത്തെ ഒരു ബാഗ് ഉണ്ടെങ്കിലും, പിന്നെ ഇതേപോലത്തെ ഏത് ചാക്കിലൊക്കെ നമുക്ക് ഇഞ്ചി ഇടാട്ടാ. ബാഗൊന്നും തന്നെ വേണമെന്നില്ല. ചാക്കിലോ ചെടിച്ചട്ടിയിലോ പൊട്ടിയ ബക്കറ്റിലോ എന്തിലായാലും നമുക്ക് ഇഞ്ചി നട്ടു വെക്കാനുള്ള ചെടിച്ചട്ടികളിലൊക്കെ നമുക്ക് ഇഞ്ചി നടാം. അപ്പൊ ഇപ്പൊ എല്ലാവരും ഇഞ്ചിയൊക്കെ നട്ട് ഇതേപോലെയൊക്കെ ഇത്രയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും ഇഞ്ചിക്ക് ഇതേപോലെ പരിചരണങ്ങളൊക്കെ കൊടുക്കണം. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഇഞ്ചിയൊക്കെ നട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പേരാണ് വിത്തുന്തയൊക്കെ മേടിച്ചേക്കണത്. അപ്പൊ എല്ലാവരും ഇതേപോലെ ഇഞ്ചിക്ക് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇഞ്ചി നന്നായിട്ട് വിളവ് കിട്ടുള്ളൂ. അപ്പൊ കണ്ടില്ല, ഇനി നമുക്ക് യാതൊരു പരിചരണങ്ങളോ അല്ലെങ്കിൽ വളങ്ങളോ ഒന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടാ. നമുക്ക് ഇതിന്റെ ഇലകളൊക്കെ പഴുത്ത് പോകുമ്പോഴാണ് നമ്മൾ വിളവെടുക്കുന്നത്. ഒരു 6 മാസം തുടങ്ങി നമുക്ക് വിളവെടുക്കാം. 6 മാസം തുടങ്ങി 8 മാസം വരെയൊക്കെ നമുക്ക് 6 മാസം തുടങ്ങി നമുക്ക് വിളവെടുത്ത് തുടങ്ങാം. പിന്നെ നമുക്ക് നമ്മുടെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്ന് ഒരേ മൂടൊക്കെ വന്ന് നമുക്ക് എടുത്തോണ്ടേ ഇരിക്കാം. അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. ഇഞ്ചി നട്ട് കഴിഞ്ഞാല് ഞാനൊക്കെ ചെയ്യണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആവശ്യം വരുമ്പോ ഒരേന്ന് തെരഞ്ഞ് നമ്മൾ എടുക്കും. അല്ലാണ്ട് ഒന്നിച്ച് വിളവെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇഞ്ചി നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി ഉപയോഗിക്കുകയും ചെയ്യാം. നമുക്ക് വർഷം മുഴുവനും ഇഞ്ചി വിളവെടുക്കുകയും ചെയ്യാം. അപ്പൊ ഇതേപോലെയൊക്കെ എല്ലാവരും ചെയ്യാം. അത്യാവശ്യം ഒരു വെയിലുള്ള ഇഞ്ചിക്ക് വലിയ വെയിലിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഭാഗികമായിട്ടുള്ള വെയിലൊക്കെ കിട്ടിയാൽ മതി. എന്നാൽ ഇഞ്ചി നന്നായിട്ട് തന്നെ വളരും. അപ്പൊ നമുക്ക് ഇതേപോലെ ഇടവിളകളൊക്കെ ആയിട്ട് ഞാനിവിടെ വച്ചേക്കണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എൻ്റെ ഫ്രൂട്ട്സിന്റെ തോട്ടത്തില് ഇടവിളയായിട്ടാണ് ഇവിടെ ഇഞ്ചി മഞ്ഞളൊക്കെ അധികം നട്ടേക്കണത്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥലവും വേണ്ട. നമുക്ക് ഇപ്പൊ ഫ്രൂട്ട് മരത്തിന് നമ്മ ഈ വളം കൊടുക്കുമ്പോ ഇഞ്ചിക്കും മഞ്ഞളിനും കിട്ടുകയും ചെയ്യും. കണ്ട, നല്ലൊരു പച്ചപ്പാണ്, കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഈ മഞ്ഞളും ഇഞ്ചിയൊക്കെ നിക്കണ കാണാൻ. ഞാൻ താഴെയും ഇഞ്ചി ഒരുപാട് നട്ടിട്ടുണ്ട് കേട്ടാ. താഴെ മണ്ണ് കൂന കൂട്ടിയിട്ട് ഇഞ്ചി നട്ടിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ വെള്ളക്കെട്ടില്ലാത്തൊരു സ്ഥലമാണ്. അപ്പൊ അങ്ങനെ നട്ടുവെച്ചിട്ടുണ്ട് ഒരുപാട് ഇഞ്ചി. അപ്പൊ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള നല്ല ഇഞ്ചി കഴിക്കാൻ ചെയ്യാൻ. നല്ല ഇതെന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂടിയ നോട്ട നല്ല ഇനങ്ങളാണ് നമ്മളിവിടെ നട്ടേക്കണത്. നല്ല വിളവ് തന്നതും നല്ല വലിയ സൈസ് ഇഞ്ചിയൊക്കെയാണ് നമ്മൾ നട്ടേക്കണത്. വരദ ഇഞ്ചി, പല ഇഞ്ചി നട്ടി, ഇന്തോനേഷ്യൻ ഹിമാചൽ ഇഞ്ചി, അതേപോലെ ചുക്കുമാരൻ ഇഞ്ചി, അങ്ങനെയുള്ള ഇഞ്ചികളെല്ലാം റെഡ് ഇഞ്ചി എല്ലാം നട്ടിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് വിളവ് തന്നതും. അപ്പൊ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നമ്മ വെച്ചുപിടിപ്പിക്കേണ്ടതാണ് ഇഞ്ചി. എന്താന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കണേണ് ഇഞ്ചി എന്നൊക്കെ പറയാം. നമുക്ക് ഇഞ്ചി ഇട്ട് ചായയൊക്കെ ഇട്ട് കുടിച്ചാലൊക്കെ നല്ല. നമ്മുടെ വീട്ടിലെ ഇഞ്ചിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമ്മ യാതൊരു വിധ മരുന്നുകളൊന്നും അടിക്കണില്ല, കെമിക്കലൊന്നും ഇടണില്ല. അപ്പൊ എല്ലാവരും ഇഞ്ചിയൊക്കെ കൃഷി ചെയ്തിട്ട് എല്ലാവരും വീട്ടിൽ ഇഞ്ചിയൊക്കെ നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.